കാശിയിൽ വെച്ച് കേട്ട ഒരു കഥയാണ് പറയുന്നത്. ഏതെങ്കിലും ഗ്രന്ഥത്തിലുണ്ടോ എന്നും ചോദിക്കണ്ട. ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ചിലർ പറയും ഗ്രന്ഥങ്ങളിൽ ഇല്ല. ഇല്ലാത്ത എന്താ നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കും. നമുക്ക് എന്തെങ്കിലും ഒരു ഗുണപാഠം തരുന്നുണ്ടോ എന്നാണ് ചോദ്യം. കാശി പോയിട്ട് ഇഷ്ടംപോലെ കറങ്ങി നടന്നിട്ടുണ്ട്. അവിടെ കാശി എന്നുള്ളൊരു നോവലും അവിടെ വെച്ച് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഒരു 4 കൊല്ലം മുമ്പ് കാശിയിൽ വീണ്ടും പോയി. ഇനി ഏപ്രിൽ 1-ാം തീയതി കാശിക്ക് വീണ്ടും പോകുന്നുണ്ട്. 10-15 പേരടങ്ങുന്ന നമ്മുടെ കുടുംബത്തിലെ ആളുകളെല്ലാം ചേർന്ന്. ഈ അലഞ്ഞു നടക്കുമ്പോ ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കിയതായിരിക്കാം കഥകള്. പക്ഷെ കഥ നിലനിൽക്കണമെങ്കിൽ അതിലൊരു ആശയം ഉണ്ടാകണം. ഞാൻ പറഞ്ഞിടത്ത പ്രധാനം വ്യാസനാണ്. വ്യാസനേക്കാൾ വലിയൊരാളുണ്ട്. വ്യാസന്റെ ഉച്ഛിഷ്ടമല്ലേ ഇന്നീ കേൾക്കുന്നത് മുഴുവൻ. പക്ഷെ വ്യാസനെ കുറിച്ചും കഥകൾ പറയും. വ്യാസൻ മനുഷ്യനല്ലേ, വ്യാസന് അബദ്ധം പറ്റിയെന്നൊക്കെ പറയും. എന്തിനാ പറ്റുന്നത്? വ്യാസനെ പരിഹസിക്കാനല്ല, നമുക്ക് ചിന്തിക്കാൻ വേണ്ടി. വ്യാസനും അനുചരന്മാരും. ഇനി വ്യാസൻ എന്ന് മാറ്റിയിട്ട് വളരെ മഹാനായ ഒരു സന്യാസി എന്ന് മാറ്റിയാലും കഥയ്ക്ക് പ്രശ്നമില്ല. കാരണം റിയലിസ്റ്റിക് കഥയല്ലല്ലോ. കാശി കൂടങ്ങനെ നടക്കുകയാണ്, പലതും കണ്ടു. അപ്പൊ ഇവര് പറയുന്നുണ്ട്, ഇവിടെ ഓരോരുത്തർ വിശക്കുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ ഇവിടെ അന്നം കിട്ടാതിരിക്കില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്ക് ആരും അന്നം തന്നില്ലല്ലോ. നമുക്കിപ്പോ ആരും വിശന്നിട്ട് നിൽക്കാൻ വയ്യ. നമുക്കിപ്പോ ആരും അന്നം തന്നില്ലല്ലോ. അതങ്ങനെ കേട്ടുകേൾവിയാവും. കാശിയെ പറ്റിയിട്ടുള്ള ചില കേട്ടുകേൾവികളുമുണ്ട്. ശവശരീരങ്ങൾക്ക് ദുർഗന്ധമില്ല എന്ന് സത്യമാണ് പറഞ്ഞ കേട്ടോ. സത്യമാണ്. എത്രയോ ശവങ്ങൾ അവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ശവത്തിന്റെ ഗന്ധമുണ്ടെങ്കിൽ അവിടെ കഴിയാൻ പറ്റില്ല. ശവശരീരങ്ങൾ കത്തുമ്പോഴുള്ള ദുർഗന്ധമില്ല കാശിയിൽ. കാശിയിൽ ദുസ്വപ്നങ്ങൾ കാണില്ല. അതും ദുസ്വപ്നം കണ്ടായിട്ട് ഓർക്കുന്നില്ല, സത്യമായിരിക്കാം. അന്നത്തിനാരും ബുദ്ധിമുട്ടില്ല, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. കാശിയെ പറ്റിയിട്ട് എഴുതാനുള്ള ഒരു ചെറുകഥ എന്റെ മനസ്സിലുണ്ട്. ടൈറ്റില് മണികർണിക എന്നാണ്. ഇപ്പൊ എഴുതുന്നില്ല. ഞാൻ കാശിയിൽ ഒന്നും കൂടി പോയിട്ട് കറങ്ങി വന്നതിന് ശേഷം കോഴിക്കോട് വന്നിട്ടേ എഴുതുള്ളൂ. അത് ഏതെങ്കിലും ഓണപ്പരിപ്പിക്ക് കൊടുക്കാൻ പാകത്തിന്. ആഹാരം കിട്ടാത്ത എന്താന്ന് നോക്കി ഇവര് ചെല്ലുന്നോടത്തൊക്കെ അങ്ങോട്ട് ചോദിക്കലടങ്ങി. ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യാന്ന്. ആരും കൊടുത്തില്ല. കൂട്ടത്തിൽ പറയട്ടെ, കാഷായ വസ്ത്രധാരികൾക്ക് ഏറ്റവും ആദരവ് കിട്ടുന്ന സ്ഥലം ഭാരതം തന്നെയാണ്. കേദാർനാഥിൽ വെച്ചിട്ടും ഹിമാലയത്തിന്റെ പല ഭാഗങ്ങളിൽ വെച്ച് കൂടെ ഉള്ളവർ പറയുന്നുണ്ട്, കാഷായ വസ്ത്രക്കാരെ ബഹുമാനിക്കുകയും അന്ന് വന്നിട്ട് ആഹാരം കഴിച്ചോളൂ എന്ന് കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ അവരുടെ ആഹാര സമയത്ത് അവർ വന്ന് ആഹാരം കഴിക്കും. ആഹാരത്തിന് ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലമാണ്. ഇവർക്ക് കിട്ടിയില്ല. അങ്ങനെ വിശപ്പ് താങ്ങാൻ കഴിയാതെ വന്നു. അപ്പൊ ഒരു വീട്ടിൽ ചെന്നു. വീടെന്ന് പറഞ്ഞാൽ നമ്മളെ മഠങ്ങൾ മാതിരിയാണ്. കാശ്മീരത്തെ വീടുകളിലൊക്കെ രീതി ഒരു പ്രത്യേക രീതി. ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യാന്ന്.
ഇരിക്കാൻ പറഞ്ഞു. ഇവര് പട്ടാളത്തിന് ഉപേക്ഷിച്ച് നിൽക്കാൻ വയ്യ. ആ വീട്ടമ്മ കുറച്ചകലെ ഇവരെ നോയിക്കൊണ്ടിരിക്കുക, വിളമ്പി കൊടുക്കുന്നില്ല. അപ്പൊ ഇനിയിപ്പോ ആഹാരം ഉണ്ടാവില്ല തീർച്ചയായും. മാത്രമല്ല, ഇനിയാണ് ആഹാരം ഉണ്ടാക്കണമെങ്കിൽ അതിപ്പോ കഴിക്കാറാവണമെങ്കിൽ നേരത്ര വരും. ആ സ്ത്രീ ആകട്ടെ അടുക്കളയ്ക്ക് പോയിട്ടുമില്ല, ഉണ്ടാക്കി വെച്ചോന്ന് അവിടെ കാണുന്നുമില്ല. ഇനി ഇപ്പോഴാണ് ഉണ്ടാക്കി വെക്കണമെങ്കിൽ അത് കഴിക്കുമ്പോഴേക്കും മണിക്കൂറുകൾ കഴിഞ്ഞു. ഇവരവിടെ ഇരുന്നു. കുറച്ചൊന്നും നിവൃത്തിയില്ലാതെ വന്നപ്പോ ഇവര് ചില അന്നം തരുമോന്നൊക്കെ ചോദിച്ചു. ആ വീട്ടമ്മ വന്നിട്ട് ഇവരുടെ മുമ്പിൽ ഇല ഇട്ടു. വെറും ഇല, അതിൽ വേറൊന്നുമില്ല. അപ്പോ ഏറ്റവും മുതിർന്ന ആചാര്യൻ ചോദിച്ചു, ഒന്നും വിളമ്പിയിട്ടില്ല, ഞങ്ങൾക്ക് വിശപ്പ് താങ്ങാൻ കഴിയില്ല, ഇപ്പൊ കുഴഞ്ഞു വീഴും. ഈ വരി തന്നെ എങ്ങനെയോ പറയുകയാണ് എന്ന് പറഞ്ഞു. വിളമ്പിയിട്ടുണ്ട് നോക്കാൻ പറഞ്ഞിട്ട് ആ സ്ത്രീ വീട്ടമ്മ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു. എല്ലാ ഇലയിലും വിഭവങ്ങൾ അങ്ങോട്ട് നിറഞ്ഞു. ഇവരാഹാരം കഴിച്ച് യാത്ര പറഞ്ഞു പോയപ്പോ എന്തേ ഇത്രയും വൈകി ഞങ്ങൾക്ക് ആഹാരം കിട്ടാൻ? ഞങ്ങൾക്ക് യാചിക്കേണ്ടി വന്നല്ലോ, എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. ഏതാണ് ആ സ്ത്രീ? അങ്ങനെ വ്യാസൻ ബ്രഹ്മാവിനോടൊക്കെ നേരിട്ട് ചോദിക്കുകയാണ്, എന്താ ഞങ്ങൾക്ക് കിട്ടാതിരുന്നത്? ഞങ്ങൾ വിശപ്പ് കൊണ്ട് അറിയാൻ കാരണം. ഇപ്പൊ മറുപടി കിട്ടി. ആ മറുപടി നമ്മൾ പഠിക്കാനുണ്ട്. നിങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങിയത് എന്തിനായിരുന്നു? അല്ല, അങ്ങനെ ആഹാരം കിട്ടുമോ നോക്കണല്ലോ. പരീക്ഷണം നടത്താനല്ലേ നിങ്ങൾ പോയത്? അവിടെ പോയിട്ട് കാശി വിശ്വനാഥനെ ഭജിക്കുക എന്നുള്ളതോ മഹത്തായ ലക്ഷ്യമാണോ നിങ്ങളുടെ അകത്തുണ്ടായിരുന്നത്? പരീക്ഷിച്ചു നോക്കുക, ശരിയാണോ എന്ന് അറിയണമല്ലോ. രണ്ടു തരം വിജ്ഞാനങ്ങൾ നമ്മുടെ അകത്തുണ്ട്. നമ്മുടെ മനസ്സിനകത്തൊരു സംവിധാനം. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചില ചോദ്യത്തിന്റെ ഉത്തരം പറയരുത് എന്ന് പറയാറുണ്ട്. ഈ വ്യക്തി അറിയാൻ താല്പര്യം ഉണ്ടായിട്ടല്ല ചോദിക്കണം, അറിയോന്നറിയാൻ ചോദിക്കണ്ട. അത്ര പ്രമാണികങ്ങള് നിങ്ങൾക്ക് അറിയോ നിൽക്കുന്നറിയണം, അതിനാ ചോദ്യം. പല ഗുരുക്കന്മാരും പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി താല്പര്യത്തിലല്ല നിങ്ങൾ ചോദിക്കുന്നത്. ഇതിന്റെ ഉത്തരം അറിയാൻ നിങ്ങൾക്ക് ഒരു താല്പര്യം ചോദിക്കില്ല. നിങ്ങൾ എൻസൈക്ലോപീഡിയ നോക്കിയിട്ട് ഉത്തരം മനസ്സിലാക്കി വെച്ചിട്ട് നിങ്ങൾക്കറിയോ എന്നറിയാൻ വേണ്ടി ചോദിക്കുന്നതാ അവർക്കുള്ളവൻ. ഇദ്ദേഹത്തിന് മറുപടി കിട്ടി, നിങ്ങൾക്ക് ആ വിളമ്പി തന്ന വീട്ടമ്മ ആരാറിയോ? അന്നപൂർണേശ്വരിയ. കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക് എന്ന 5 ഇന്ദ്രിയങ്ങൾക്കും വേണ്ടുന്നത്ര അന്നം കൊടുക്കുന്ന അന്നപൂർണേശ്വരി. നല്ല പേര്. ആ അന്നപൂർണേശ്വരിയാണ് ആഹാരം. എന്റെ ജന്മസ്ഥലമായുള്ള പട്ടാമ്പിയിൽ അന്നപൂർണേശ്വരി കൊണ്ടൊരു ഹോട്ടലുണ്ട്. അപ്പൊ വളരെ കുട്ടിക്കാലം മുതൽക്കേ ആ ഹോട്ടലിൽ പോയിട്ട് ആഹാരമൊക്കെ കഴിക്കുമ്പോ അതിന്റെ ആ പേര് മനസ്സിൽ നിൽക്കുക. അന്നപൂർണേശ്വരി തരും.
സകല ജീവികൾക്കും അന്നം തരും. നിങ്ങൾക്ക് മാത്രമല്ല. കാശിയിലെ മീനുകൾക്ക് അന്നം വേണ്ടേ? ജീവജാലങ്ങൾക്ക് അന്നം വേണ്ടേ? അവര് വെള്ളം കുടിക്കണ്ടേ? എല്ലാവർക്കും അന്നം കിട്ടുമ്പോ ഇത് ഒരു പരീക്ഷണത്തിനുള്ളതല്ല, ഇതൊരു നോക്കണമല്ലോ. വലിയൊരു ഗുണപാഠം ഇതിൽ നിന്ന് നമുക്ക് ചിന്തിക്കാനുണ്ട്. ഒരു വ്യക്തിക്ക് അറിവുണ്ടോ എന്നറിയാൻ ചോദിക്കുന്നത് ഉത്തരം മനസ്സിൽ വെച്ചിട്ട് ഈ ചോദ്യങ്ങളിലൊക്കെ മറുപടി പറയുമ്പോൾ ചിലര് ഉത്തരം പറഞ്ഞ ആളെ തോൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ഡിക്ഷണറി നോക്കിയിട്ട് ഒരു വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടോ? അങ്ങോട്ട് ചോദിക്കും. അങ്ങനെ ഉത്തരം പറയാൻ എല്ലാവർക്കും കഴിഞ്ഞോളൊന്നുമില്ല. അയാൾക്ക് ജയിക്കണം. അപ്പൊ ജയിക്കാനായിട്ട് ചോദിക്കുക. ഈ മാനസികാവസ്ഥ വെച്ച് ഏതൊരു കാര്യത്തിന് വാരാണസിയിലേക്ക് വന്നുവോ നിങ്ങളുടെ മനസ്സിനെ മതിക്കുന്ന അതാകുമ്പോൾ അന്നപൂർണേശ്വരി ആഹാരം തരും. മഹത്തായ ലക്ഷ്യം നിങ്ങളുടെ മനസ്സിലുണ്ടോ? അന്നപൂർണേശ്വരി വീട്ടിൽ വന്ന് ആഹാരം തരുന്നു. വന്നോ, ഗേറ്റ് കടന്നു, അന്നപൂർണേശ്വരി എവിടെ എത്തി, ഇങ്ങനെ നോക്കണ്ട. വലിയ കാര്യങ്ങൾ ഇന്ന് ചിന്തിച്ചെടുക്കേണ്ടതുണ്ട്. ധന്യമീതനത്ത് പറയുന്ന പല കാര്യങ്ങളും ശ്രോതാക്കള് ബാക്കിയുള്ളത് ചിന്തിച്ചെടുക്കണം. ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംവദിക്കുന്നു.